ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ രാജുമോൻ്റെയും വീണമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഇവിടെ നമ്മുടെ ഒരു ഫാമിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. ഞങ്ങളെപ്പോഴും ബോസ്കോ ഫാം എന്ന് പറയും. അപ്പോൾ ആ ഫാമിലാണ് ഇന്നത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി പരിപാടി. ഇത് ഫാമാണിത്, നല്ല ഫാമാണ്. ഞങ്ങളുടെ മിക്കവാറും പരിപാടികൾ ഇവിടെയാണ് വെക്കാറ്. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ. രാത്രിയിൽ നല്ല രസമാണ്. ഇപ്പോഴും ഒന്നാമത് തണുപ്പ് തുടങ്ങിയില്ലേ, അപ്പം ഫാമുകളിലൊക്കെ രാത്രി പരിപാടിയൊക്കെ നടത്താൻ നല്ല രസമാണ്. ഇതാണ് ഫാമിൻ്റെ പുറത്തുള്ള വ്യൂസ്. ആരും എത്തിയിട്ടില്ല ഇപ്രാവശ്യം. ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയത്. മറ്റെപ്പോഴും ലേറ്റായിട്ടാണ് ഞങ്ങൾ എത്താറ്. ഇന്ന് ഞങ്ങളെത്തി. നമ്മുടെ മണവാളനും മണവാട്ടിയൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഫാമിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പപ്പൂസ് മാത്രം ഉണ്ട് ഇവിടെ. അവൻ എന്തൊക്കെയോ അറേഞ്ച്മെൻറ്റ് ചെയ്യാണ്. ഇതാണ് പാർട്ടി നടക്കുന്ന ഹോള്. പപ്പൂസ് ഇവിടെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ. വീണമ്മയുടെയും രാജുമോൻ്റെയും 20th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. 20ാമത്തെ വിവാഹ വാർഷികമാണ്. അപ്പോൾ പപ്പൂസ് ഇതാ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡെക്കറേഷൻ സൂപ്പറായിരിക്കുന്നു. ഇന്നത്തെ കളർ കോഡ് ഗ്രീനും റെഡും ആണ്. അപ്പോൾ ഗ്രീനും റെഡും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ മണവാളനും മണവാട്ടിയും എത്തിയേ. അങ്ങനെ രണ്ടുപേരും 20 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുക. ഞങ്ങളുടെ വീണമ്മയും രാജുമോനുമാണ് ഇത്. അപ്പോൾ അടിപൊളി സാരിയും, വീണമ്മയുടെ സാരി സൂപ്പറാണ്. വരൂ. രാജുമോൻ കുഴപ്പമില്ല. വരൂ. അങ്ങനെ സ്വാഗതം. എന്താ ഞങ്ങളുടെ ഡെക്കറേഷനൊക്കെ ഒന്ന് നോക്കൂ. നമ്മുടെ VNV വിപിൻ ടീം. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുവാണ്. സുന്ദരികളൊക്കെ വലിയ സ്റ്റൈലിൽ ഇരിക്കുന്നുണ്ട്. സംസാരിച്ചോ? ഒരു കുരിശാണെന്ന് തോന്നുന്നു. അങ്ങനെ എറണാകുളം ആലുവയിൽ നിന്ന് തുടങ്ങിയ പ്രണയ യാത്ര തൃപ്പൂണിത്തുറ വരെ എത്തുമ്പോഴേക്കും ഏകദേശം 20 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ കാരണം ട്രാഫിക് ജാം, കയറ്റം, ഇറക്കം, നോർത്ത് മാനം, ലിസി ജംഗ്ഷൻ, കച്ചേരിപ്പടി, ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ജോസ് ജംഗ്ഷൻ, ഇതെല്ലാം വീണ്ടും സൗത്ത് പാലം, ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ 20 വർഷം നീണ്ട യാത്രയിലൂടെ ഇവർ സൗഹാർദ്ദത്തിൽ നിൽക്കുകയാണ്.
ഈ വേളയിൽ 20 വർഷം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രൂപ്പിൽ ഇത്രയും ലവിങ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിചാരിച്ചു ഞാൻ നീറ്റാണ് ഭയങ്കര സംഭവം വിചാരിച്ചു. പക്ഷെ ഈ പുള്ളിക്കാരൻ ഫോർ എക്സാമ്പിൾ ഈ പുള്ളിക്കാരൻ ഇവിടെ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വെള്ളി ശനി ഞായർ തിങ്കളാഴ്ച രാത്രി അടുത്ത വണ്ടിക്ക് വീണ്ടും സൗഹാർദ്ദത്തി. അത് നിങ്ങൾ അറിയില്ല, അങ്ങനെ സംഭവം ഉണ്ടായി. ഞാൻ എന്റെ ഭാഷയിൽ 2 ദിവസം കൂടി നിങ്ങൾ വരാൻ ഇല്ല, ചോറിട്ടോ തക്കോറി ചോറ് തരോ. അപ്പൊ അത് പറഞ്ഞ പോലെ ഇത്രയധികം പരസ്പരം സ്നേഹിക്കുന്ന ഒരു കപ്പിളിനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടുമുട്ടുന്നത്. ഈ ജീവിതയാത്രയിൽ സന്തോഷം. ഇതെല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇത്രയധികം സ്നേഹിക്കുന്ന കപ്പിൾ എന്ന് പറഞ്ഞാല് വിജേഷും ജസ്ലൈനും. ആ കഥകൾ ഞങ്ങൾക്ക് പറയുന്നില്ല. അങ്ങനെ ഇവരുടെ വിജേഷും ജസ്ലിന്റെ പ്രണയകഥകൾ ഒരുപാട് പറയാറുണ്ട്. അത് അവരുടെ അടുത്ത വെഡിങ് നമ്മൾ പറയും. അതെ, ഇനി തക്കെ പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. നമുക്ക് കേക്ക് കട്ട് ചെയ്തതിനു ശേഷം ബാക്കി കലാപരിപാടികൾ ആരംഭിക്കാം. കമോൺ. അപ്പൊ കേക്ക് ഇട്ട് കഴിയില്ല. അപ്പൊ കേക്ക് കട്ട് ചെയ്തോ, കട്ട് ചെയ്തോ, കട്ട് ചെയ്തോ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി സുഹൃത്തുക്കളെ, നമ്മളെ ഒന്നുമില്ല എന്തുവാണ് ഇത്? നിങ്ങളൊന്നും കണ്ടിട്ടില്ല, നരേഷ് നിങ്ങളൊന്നും കണ്ടിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. അത് ക്യാമറ ഓക്കെ. ഫോട്ടോ സെഷൻ കഴിഞ്ഞെങ്കിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. രാജേ, അങ്ങനെ 20 വർഷം നീണ്ട ഈ ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു കോണിൽ എത്തി നിൽക്കുന്ന ഞാനിവിടെ ഉണ്ട്. രാജേഷ് കൊടുക്കുന്നില്ല, ഞാനിവിടെ ഞാനുണ്ട്, വിജേഷുണ്ട്, നിഖിലുണ്ട്, രാജേഷുണ്ട്, ഞങ്ങളെല്ലാരും ഫ്രീയാ. ഓക്കെ, നമ്മുടെ എല്ലാവരും ശബ്ദിക്കണം. വേഗം ഫോട്ടോ സെഷനാണ്. ഫോട്ടോ സെഷൻ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഞാൻ പറയാം.
പനി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്പർ മേടിച്ചോട്ടാ. ബ്ലഡ് യൂറിൻ ഇവിടെ എത്തി. ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുഡ്, എല്ലാം ഫിഷ് ഐറ്റംസ് ആണ്. ഫിഷ് മോളി. ഇതെന്താ? പൊട്ടിച്ച് നോക്കണോ? പൊട്ടിച്ചു നോക്കണം. I think that's supposed to be one of them is squid. ഒരെണ്ണം squid ഉണ്ട്, പിന്നെ ക്രാബും ഉണ്ട്. ഫുഡൊക്കെ എങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് എവിടുത്തെ ഫുഡാണ്? എവിടുത്തെ ഫുഡാണ്? ദവാർ.